ആരാ അവിടെ? ആരാന്നാ ചോദിച്ചത്? നിങ്ങളോട് ചോദിച്ചാൽ അവിടെ ആരാന്ന്? ഇതൊരു ചോദ്യമായിരുന്നു, പേടിച്ചുള്ളൊരു ചോദ്യം. ആരാ ആരാ അവിടെ ആരാന്നാ ചോദിച്ചത്? ശബ്ദം വെളിയിലോട്ട് വരുന്നില്ല, ആ പേടി കാരണം. വീട്ടില് എൻ്റെ ചെറുപ്പത്തിൽ വരുന്നൊരു സംഭവമാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഒരു കയ്യാലയുടെ താഴെയായിട്ട് കുറച്ചങ്ങോട്ട് മാറ്റി ഒരു കോഴിക്കൂട് വെച്ചിട്ടുണ്ട്. കയ്യാലയുടെ മണ്ടയ്ക്ക് കമ്പ് ഇങ്ങനെ വെച്ചിട്ട് താഴോട്ട് സ്റ്റാൻഡ് വെച്ചിട്ടാണ് കോഴിക്കൂട് വെച്ചിരുന്നത്. പറമ്പ് നിറച്ച് മരങ്ങളുമാണ്. അപ്പോൾ ഈ രാത്രിക്കൊക്കെ അവിടെയൊക്കെ ഈ ഗ്രാമങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഈ കോഴിയൊക്കെ മോഷ്ടിക്കുന്ന ആൾക്കാരുടെയൊക്കെ പരിപാടിയുണ്ട്. അപ്പോൾ ഒരു ദിവസം അപ്പം വീട്ടിലില്ലായിരുന്നു, അങ്ങോട്ട് പോയപ്പോയിരുന്നു, ഇച്ചിരി വരാൻ ലേറ്റാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയും ഞാനും കൂടെ അവിടെ ഇരിക്കുന്നത്, വേറെ പിള്ളേരൊക്കെ ഉണ്ട്, അവരൊക്കെ കിടന്നുറങ്ങി. അപ്പം ഞാനും അമ്മയും കൂടെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, വെളിയിലിരുന്നുകൊണ്ട് അമ്മയും അവിടെ അന്ന് വിളക്കൊക്കെയാണ്, അന്ന് ഈ കറണ്ടൊന്നും ഇല്ല, മണ്ണെണ്ണ വിളക്കിൻ്റെ സമയമാണ്. ഞാനൊക്കെ പഠിക്കുമ്പോൾ, ഞാൻ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ സമയത്താണ്, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും അത് കഴിഞ്ഞുള്ള എന്തോ കോഴ്സ് പഠിക്കുമ്പോഴൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പം വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മുറുക്കുവാനൊക്കെ മുറുക്കി ഞാൻ അവിടെ നിന്ന് പഠിക്കുക വിളക്കിൻ്റെ. അന്നേരം ഒരു ശബ്ദം കേട്ടു പറമ്പിൽ. അപ്പോൾ അമ്മ ശ്രദ്ധിച്ചത് കോഴിക്കൂടിൻ്റെ അടുത്താണ് ശബ്ദം കേട്ട്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, ഞാനും ചോദിച്ചു. അമ്മ എന്നെ കോഴിക്കൂടിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ കൈ നോക്കി. ഇരുട്ടല്ലേ പറമ്പിലില്ല, അന്ന് നിലാവൊന്നുമില്ല, ചെറുതായിട്ട് ചെറിയ വെട്ടം കാണും, പക്ഷേ മരങ്ങളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് അധികം വെട്ടം താഴോട്ടൊന്നും അടിക്കത്തില്ല. ഞാനും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പം അവിടെ കോഴിക്കൂടിൻ്റെ അടുത്ത് ഒരു വെള്ള രൂപം ഇങ്ങനെ നിൽക്കുക. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല അമ്മ, എനിക്ക് പേടിയാ. എടേ ഞാനില്ലേ കൂടെ, നീ വാ. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, അമ്മ ഒരു വാക്കത്തി എടുത്തു. ഏതാ? ആളിനെ വെട്ടാനുള്ള വാക്കത്തിയാണ്. എന്നോട് പറഞ്ഞു, നീ വിളക്കെടുത്തു, വിളക്ക് കെട്ടു പോകത്തില്ലയോ, മണ്ണെണ്ണ വിളക്കല്ലേ, ഒരു ഇത് വല്ല ശത്രുക്കൾ വന്നെങ്കിൽ പൂന്നൊന്നും ഊതിയ വിളക്ക് കിടത്തില്ലേ, പിന്നെ ജീവൻ പോകുന്ന പരിപാടിയില്ലേ. ഞാൻ പറയാം, അമ്മ വേണ്ട അമ്മ. ഇല്ലടി, അതുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഒരാൾ. അമ്മ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഈ പഴയൊരു ടോർച്ചുണ്ട്. അമ്മ അത് വലിയ ബാറ്ററി ഒന്നും ഇല്ല, ചാർജൊക്കെ കുറവാണ്, കുറേ ദിവസമൊക്കെ ആയതാണ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ചെറിയ വട്ടമുണ്ട്, എന്നാലും നല്ല ക്ലിയർ ആയിട്ട് കാണത്തില്ല. അന്നത്തെ അമ്മ അങ്ങനെ ടോർച്ച് ഇങ്ങനെ അടിച്ചപ്പോൾ ഉണ്ട് അവിടെ ഇങ്ങനെ നീളത്തിലൊരാളിങ്ങനെ ഒരു മരത്തിൻ്റെ അവിടെ നിൽക്കുക, കോഴിക്കൂടിൻ്റെ അടുത്ത്. അപ്പോൾ പറമ്പിൽ ഒത്തിരി ഇതൊക്കെ ഉണ്ട്, കുരുമുളകൊക്കെ ഉണ്ട്, തെങ്ങും കമുകും അങ്ങനെ കുറേ മരങ്ങളുണ്ട്. നമ്മുടെ ഇത് മുരിങ്ങയും പ്ലാവും ഒത്തിരി മരങ്ങളുണ്ട്, എല്ലാ സൈസ് മരങ്ങളൊക്കെ ഉണ്ട് പറമ്പിൽ. അപ്പം എന്നോട് പറഞ്ഞു, ബാടി. അപ്പം അമ്മ ഇച്ചിരി കൊണ്ട് നീങ്ങിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു, നീ കണ്ടോ കൊണ്ട് നിൽക്കുന്ന കണ്ടോ? ഞാൻ അമ്മ എന്തോ അമ്മയത് എടി ഒരുത്തനാടെ നിൽപ്പുണ്ട്, കോഴിയെ പിടിക്കാൻ വന്ന ആളില്ലാത്തപ്പോൾ കോഴിയെ പിടിക്കാൻ വന്നാണ്. ആൾക്കാരൊക്കെ അവിടെ കള്ളന്മാരൊക്കെ ഉണ്ട്, രാത്രിയിലൊക്കെ കോഴിയെ മോട്ടിച്ചുകൊണ്ട് പോകും, എന്നിട്ട് പിറ്റേന്ന് കറി വെച്ച് തിന്നും, ആരും അറിയത്തില്ലല്ലോ, വേസ്റ്റ് കുഴിച്ചിട്ടാൽ മതിയല്ലോ. ഞാൻ പറയാം, അമ്മ എനിക്ക് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. എനിക്കും പേടിയുണ്ട്, അമ്മയ്ക്ക് എന്നെക്കാട്ടി പേടി. അപ്പോൾ എന്നെ വിളിച്ചോണ്ട് ഒരു കയ്യാലെ ഇറങ്ങി താഴോട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എടി നീ ആദ്യം ഇറങ്ങി. അപ്പോൾ അതിൻ്റെ അവിടെ നിശ്ചയം അങ്ങോട്ടേ ഉള്ളൂ, ഏകദേശം അടുക്കാറായി, ഒരു എത്ര മീറ്റർ കാണും, കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇറങ്ങമ്മേ. ഓ നീ ഇറങ്ങടി എന്നും പറയാണ്ട് അമ്മ ലൈറ്റ് അടിച്ച് തരുവാ താഴോട്ടോ. ഈ പാമ്പുകളൊക്കെ ഉള്ള സ്ഥലമാണ്, പാമ്പും പഴുതാരയും തേളും. തേള് കുറവാണ്, ബാക്കി പാമ്പും പഴുതാരയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അട്ടയും അതും ഇതെല്ലാം ഇഷ്ടം പോലെ ഉള്ള സ്ഥലമാണ്. ഏകദേശം ഒരു മഴ സീസണൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. മഴയൊന്നും പെയ്യുന്നില്ല, പക്ഷെ ഉണങ്ങി കിടക്കുക. ഞാൻ പതുക്കെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ മുന്നേ പോകും, ഞാൻ പുറകെ വരാം. അമ്മയുടെ കയ്യിൽ വാക്കത്തിയുണ്ട്, എൻ്റെ കയ്യിൽ വിളക്കുമുണ്ട്. അമ്മയുടെ കയ്യിലൊരു ടോർച്ചും ഉണ്ട്, വാക്കത്തിയുണ്ട്. ഒരു കയ്യിൽ ടോർച്ച് പറ്റിയ കയ്യിൽ വാക്കത്തിയുണ്ട്. അമ്മ അവിടെ നിന്ന് ആരാത് അനക്കമില്ല. ആരാന്നാ ചോദിച്ചേ? പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാനിങ്ങനെ വിറയ്ക്കുന്നുണ്ട്, എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട്, ആരും നമ്മളെ ആക്രമിച്ചാലോ. പിള്ളേരല്ലേ എന്ന്, പിള്ളേരെന്ന് പറഞ്ഞാൽ 10-17 വയസ്സുണ്ട്, മച്ചൊരൊന്നും ആയിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ കൂടെ അമ്മയുടെ ഈ പേടിപ്പീരും. നോക്കടി, ഓടി അങ്ങോട്ട് ഓടി ആരാ നോക്കടി, ആരാടി കോഴിയെ പിടിക്കാൻ വന്നാടി. അമ്മയെ കയ്യാലയുടെ മണ്ടയ്ക്കുന്നുണ്ട് ചോദിച്ചു, ആരാടാ അത്. അത് കഴിയുമ്പോൾ അമ്മയുടെ ശബ്ദം ഇടറി, ആരാന്നാ ചോദിച്ചു.
ഞാൻ വിളക്കം കൊണ്ട് മുന്നോട്ട് വന്നു. അനങ്ങുന്നില്ല. ആ രൂപ അങ്ങനെ അവിടെ നിൽക്കുക, ഒറ്റ നിപ്പം അങ്ങ് നിൽക്കുക. ഞങ്ങൾ ചോദിച്ചിട്ടും അനങ്ങുന്നില്ല, വിളിച്ചിട്ടും അനങ്ങുന്നില്ല, ഒന്നിനും മറുപടിയും തരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് പേടിയായി. മനുഷ്യരാന്നെ ഓടുകയൊന്നും ചെയ്യത്തില്ല. നമ്മൾ ഇറങ്ങി ചെല്ലുന്ന കാണുമ്പോഴേ അവർ ഓടത്തില്ല, ആളെ പിടിക്കാതില്ല. എന്നാലും അമ്മയുടെ വാക്കത്തി ഒരു പഴയ വാക്കത്തി ഉണ്ട്, വലിയ മൂർച്ചയായിരുന്നു. അമ്മ ഇടയ്ക്കൊക്കെ വിറക് കൂട്ടാൻ ഉപയോഗിക്കുന്നു. അടുത്താറായപ്പോഴത്തേക്ക് എന്നെ പറയ്ക്കാം, കിളികളെ പറയ്ക്കും, അമ്മയും പറയ്ക്കും. എന്നിട്ടും തിരിച്ചു പോകുന്നില്ലേ ഞങ്ങൾ. കോഴിക്കോടിൻ്റെ അടുത്ത് വരെ എത്താണ്. അടുത്തോട്ട് എന്നിട്ട് അമ്മ ഇങ്ങനെ ഒറ്റ അടിച്ച് ലൈറ്റ് കൊണ്ട് ലൈറ്റ് അടിച്ച് നോക്കിയാൽ നീളത്തിലൊരാൾ. ആര്? കമുകിൻ്റെ പാള. എൻ്റെ അമ്മോ, ഒരു കമുകിൻ്റെ പാള മണ്ടയ്ക്ക് വന്ന് വീണത്. ആ ശബ്ദം ഞങ്ങൾ കേട്ടത്. അത് ആ പിന്നെ കൊടിയുടെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് കുത്തിച്ചാരി നിൽക്കുക. അതിൻ്റെ പുറവശത്തെ സാധനമില്ല, ചെതുങ്ങോ എന്തോ അതിന് പറയുന്നത്. അത് പുറയിലോട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ പാള ഇങ്ങനെ മണ്ണെ കുത്തി നിൽക്കുക ഈ മരത്തയിലോട്ട് കയറി. നല്ല നീളമുള്ളൊരു പാളയായിരുന്നു. അതായത് നമ്മൾ നോക്കിയപ്പം വെളുത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് അകംവശമായിരുന്നു ഇങ്ങനെ വെളുത്തിരുന്നത്. അയ്യോ, തിരിച്ചു വന്നിട്ട് ഞാൻ പറയാം, അമ്മ കൊള്ളാം. പിന്നെ അപ്പം വന്നപ്പോൾ ഞാൻ പറയാം, അപ്പോഴാ ഇങ്ങനെ അമ്മ ഞങ്ങളെ പേടിപ്പിച്ചു കേട്ടോ, എന്നെ പേടിപ്പിച്ചു. മറ്റവരൊന്നും അറിയുന്നുമില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് കയറി. ഓ, ഒന്നും പറയണ്ട. ഇതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്. ഇപ്പം പിന്നെ കറണ്ടുള്ളതുകൊണ്ട് അത്രയും പ്രശ്നമൊന്നും ഇല്ലല്ലോ. ലൈറ്റ് അടിച്ചോ ലൈറ്റ് ഇട്ടോ ഒക്കെ നോക്കാൻ പറ്റും. നല്ല നല്ല കഥയൊക്കെ ആയിട്ട് ഇനിയും വരുന്നുണ്ട്. നിങ്ങളൊക്കെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിരിപ്പിക്കാനൊക്കെ ആയിട്ടേ. ബൈ, ടേക്ക് കെയർ. നിങ്ങളുടെയൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇടണേ. നിങ്ങൾക്കൊക്കെ ഇതുപോലെ സംഭവങ്ങളൊക്കെ നല്ല ധൈര്യമുള്ള അമ്മമാരോ ചേച്ചിമാരോ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ.